ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിലുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ്. സീഡ് ആൻഡ് സോയിൽ എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. സീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത്. സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണ്. അപ്പം വിത്തും മണ്ണും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സ്റ്റോറി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞു വെച്ചത് എന്താണെന്ന് വെച്ചാൽ പാർവതി, അതാണ് ഈ ഒരു സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടർ. അവളെ പാറു എന്നാണ് അവളുടെ അയൽക്കാരും നാട്ടുകാരും അതുപോലെ ഗ്രാൻഡ്മയും അച്ഛനും ഒക്കെ വിളിക്കുന്നത്. നമുക്ക് നിക് നെയിം ഉണ്ടാവില്ലേ, അതേപോലെ പാറു എന്നാണ് പാർവതീനെ എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ അവൾക്ക് അമ്മയില്ല. അപ്പോൾ അമ്മയില്ലാത്ത ആ ഒരു വിഷമം അറിയിക്കാതെയാണ് അവളുടെ അച്ഛനും അവളുടെ ഗ്രാൻഡ്മയും അവളെ വളർത്തുന്നത്. അവളുടെ എല്ലാ കാര്യങ്ങൾക്കും ഗ്രാൻഡ്മ ഒരു ഷാഡോ പോലെ, അതായത് ഒരു നിഴൽ പോലെ അവളുടെ കൂടെ ഉണ്ടാവും, അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവളെ എപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കാൻ വേണ്ടി ഗ്രാൻഡ്മയും ശ്രമിക്കാറുണ്ട്, അതുപോലെ അവളുടെ അച്ഛനും എപ്പോഴും ശ്രമിക്കാറുണ്ട്. അവളുടെ അച്ഛൻ അവളോട് പറയാറുണ്ട്, അവളുടെ അമ്മ മരിച്ചു പോയെന്ന് കരുതരുത്, അമ്മ എപ്പോഴും നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത ഉള്ളിലുണ്ടായിരിക്കണം എന്ന് ആര് പറയാറുണ്ട്? പാറുവിൻ്റെ അച്ഛൻ അവളോട് പറയാറുണ്ട്. അമ്മയില്ലാത്ത ആ ഒരു സങ്കടം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അതേപോലെ ഗ്രാൻഡ്മയും എപ്പോഴും കെയർ ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണുന്നത് പാറുവിൻ്റെ വീടും അവളുടെ വീടിന് മുന്നിലായിട്ടുള്ള പാടശേഖരങ്ങളുമാണ്. അപ്പോൾ പാറുവിൻ്റെ അച്ഛന് ഒരു ദൂരയാത്ര പോകേണ്ട സാഹചര്യം വരികയും അച്ഛൻ അങ്ങനെ പോവുകയും ചെയ്യാണ്. അപ്പം പാറുവും ഗ്രാൻഡ്മയാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. അപ്പോൾ ഗ്രാൻഡ്മേനോട് പാറു പറയാണ്, ഞാനും കൂടെ വയലിലേക്ക് പോന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഗ്രാൻഡ്മയും പാറുവും കൂടെ വയലിലേക്ക് പോകും. വയലിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്, ഈ ഞാറ് നടുന്ന ആളുകളുണ്ട്. അപ്പം അവർക്ക് ഈ പാറുവും ഗ്രാൻഡ്മയും ഒരുമിച്ച് ചെന്നത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവർ എന്ത് ചെയ്യാണ്, ആ ഒരു ആഹ്ലാദത്തിൽ ഇവർ കൂടുതൽ എനർജറ്റിക് ആയിട്ട് ജോലി ചെയ്യാണ്, അതായത് പാറുവിനെ കണ്ട ആ ഒരു സന്തോഷത്തിൽ. അങ്ങനെ പാറുവും അതുപോലെ തന്നെ ഗ്രാൻഡ്മയും ഈ ജോലിക്കാരുടെ കൂടെ, പാടത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ കൂടെ ചേരാണ്. അവരിങ്ങനെ ഫോക്ക് സോങ് ഒക്കെ പാടുന്നുണ്ട്, നാടൻ പാട്ടൊക്കെ പാടുന്നുണ്ട്, അവരുടെ ആ ഒരു ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരങ്ങനെ ഹാപ്പി ആയിട്ട് അവിടെ ജോലി ചെയ്യുകയാണ്. പാറുവിന് അങ്ങനെ ഈ ഒരു വയലിലൊക്കെ പോയി ഇവയിലൊന്നും കൊണ്ട് വലിയ ശീലമില്ല. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ്മ അവളോട് പറയാണ്, നിനക്ക് ജലദോഷമൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നീ വീട്ടിലേക്ക് തന്നെ പോയിക്കോളൂ എന്ന് പറയാണ്. അപ്പോൾ അവൾ വേണ്ട, ഞാനിവിടെ തന്നെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ്മയുടെ കൈയും പിടിച്ചങ്ങനെ ആ ഒരു പാടി ഫീൽഡിലൂടെ നടക്കുകയാണ്. അത്രയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. Standing in the hot sun, Echuvamma talked about farmers and their methods of farming. അപ്പം ഒരു ചൂടുള്ള സൂര്യൻ അതിൻ്റെ കീഴിലായിട്ട് നിന്നുകൊണ്ട്, അതായത് നല്ല വെയിലത്ത് തന്നെയാണ് യെച്ചൂവമ്മ നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് യെച്ചൂവമ്മ ഇങ്ങനെ സംസാരിക്കുകയാണ്. ടോക്ക്ഡ് അബൌട്ട് ഫാമേഴ്സിനെ കുറിച്ച്, അതായത് കർഷകരെ കുറിച്ചും അതേപോലെ ആൻഡ് ദെയർ മെത്തേഡ്സ് ഓഫ് ഫാമിങ്, അതായത് കൃഷിരീതികൾ. മെത്തേഡ്സ് ഓഫ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കൃഷിരീതികളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ സമ്പ്രദായങ്ങളെക്കുറിച്ചും ഒക്കെയാണ് യെച്ചൂവമ്മ പറയുന്നത്. യെച്ചൂവമ്മ അവിടെ ആ ഒരു വെയിലത്ത് നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡു യു നോ ഹൗ ഡിയർ ദീസ് ഫാമേഴ്സ് ആർ ടു അസ്? അപ്പോൾ പാറുവിനോട് യെച്ചൂവമ്മ ചോദിക്കുകയാണ്, നിനക്കറിയോ ഈ ഒരു ഫാർമേഴ്സ് നമുക്ക് എങ്ങനെയുള്ളവരാണ് എന്നുള്ളത് എന്ന് ചോദിക്കുകയാണ്. ദെയർ ഹാർട്ട്സ് ആർ ഫിൽഡ് വിത്ത് ലവ് സെഡ് യെച്ചൂവമ്മ. യെച്ചൂവമ്മ പറഞ്ഞു, എന്താ പറഞ്ഞത്? ദെയർ ഹാർട്ട്സ് ആർ ഫിൽഡ് വിത്ത് ലവ്, അവരുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞതാണ് എന്ന് യെച്ചൂവമ്മ പറഞ്ഞു. You know, fallen flowers, leaves and dead insects decay in the soil. അപ്പം പാറുവിനോട് ചോദിക്കുകയാണ്, യു നോ, നിനക്കറിയോ, fallen flowers, അതായത് കൊഴിഞ്ഞ് വീണ പൂക്കൾ, ഫ്ലവേഴ്സ്, അതുപോലെ ലീവ്സ്, ഇലകൾ, ആൻഡ് ഡെഡ് ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ കീടങ്ങൾ, ചെറിയ പ്രാണികൾ, പുഴുക്കൾ എന്നൊക്കെ ഉള്ളതാണ്. ഈ സാധനങ്ങളൊക്കെ, അതായത് പൊഴിഞ്ഞു വീണ പൂക്കളും ഇലകളും ഡെഡ് ഇൻസെക്ട്സും, അതായത് ചത്തുപോയ കീടങ്ങളും ഒക്കെ എന്താവും? ഡീക്കേ ആവും. ഡീക്കേ എന്ന് പറഞ്ഞാൽ അഴുകും, ചീഞ്ഞളിയില്ലേ, അതുപോലെ അഴുകിയിട്ട് എവിടെയാണ് അഴുകുക? ഇൻ ദ സോയിൽ, ആ മണ്ണിൽ കിടന്നിട്ട് ലയിക്കും, മണ്ണിനോട് ചേരും. എന്നിട്ടോ ഇറ്റ് ഈസ് ഗുഡ് മാനുവർ ഫോർ പ്ലാന്റ്സ്. മാനുവർ മീൻസ് വളം. ഇത് എന്താണ്? പ്ലാന്റ്സിന്, ചെടികൾക്ക് അല്ലെ സസ്യങ്ങൾക്കൊക്കെ എന്താണ്? ഇതൊരു നല്ല വളമാണ് എന്ന് യെച്ചൂവമ്മ പറയാണ്. ഷീ ആഡഡ്, യെച്ചൂവമ്മ കൂട്ടിച്ചേർത്തു. ഷീ ബിക്കെയിം സൈലൻറ്റ് ഫോർ എ വൈൽ ആൻഡ് കണ്ടിന്യൂഡ്. അപ്പോൾ യെച്ചൂവമ്മ കുറച്ച് സമയത്തേക്ക് ഒന്ന് സൈലൻ്റ് ആയിട്ട് ഒന്നും സംസാരിക്കാതെ അങ്ങനെ നിന്നു. ആൻഡ് കണ്ടിന്യൂഡ്, പിന്നെയും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി.
The paddy fields are gradually disappearing these days. അപ്പോൾ എന്താ പറയുന്നത്? പാഡി ഫീൽഡ്സ് ഒക്കെ അതായത് നെൽവയലുകളൊക്കെ ഗ്രാജ്വലി അതായത് കാലക്രമേണ ഡിസപ്പിയർ ആവുകയാണ്. ഡിസപ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രത്യക്ഷമാവുക അല്ലേ? അപ്പോൾ ഈ നെൽവയലുകളൊക്കെ കാലക്രമേണ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആര് പറയാണ്? യച്ചുവമ്മ. ഷീ സെഡ് വിത്ത് എ സൈ. അപ്പോൾ ഒരു ദീർഘനിശ്വാസത്തോടു കൂടിയാണ് യച്ചുവമ്മ അത് പറഞ്ഞത്. She took a bunch of paddy plants and held it close to her chest. അപ്പോൾ നമുക്ക് ആ ഒരു പിക്ചറിൽ കാണാം. എന്താണ് ബഞ്ച് ഓഫ് പാഡി പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം പാഡി പ്ലാന്റ്സ്. അതിങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഹെൽഡ് ഇറ്റ് ക്ലോസ് ടു ഹെർ ചെസ്റ്റ്. അവരുടെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് നമ്മൾ ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ. ഷീ സ്റ്റാർട്ടഡ് സിംഗിങ് എ മെലോഡിയസ് ഫോക്ക് സോങ്. ഒരു എന്താണ് സ്വരമാധുര്യമുള്ള അല്ലെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോക്ക് സോങ്, ഒരു നാടൻ പാട്ട് യച്ചുവമ്മ എന്ത് ചെയ്യാണ്? സ്റ്റാർട്ടഡ് സിംഗിങ്. അവർ പാടാൻ തുടങ്ങി. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഗുഡ് മാനുവർ ഫോർ പ്ലാന്റ്സ്? ചെടികൾക്ക് ഏറ്റവും നല്ല വളം ഏതാണെന്നാണ് ചോദിക്കുന്നത്. മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താ പറഞ്ഞത്? ഫോളൻ ഫ്ലവേഴ്സ്, അതുപോലെ ലീവ്സ്, ഡെഡ് ഇൻസെക്ട്സ് അതൊക്കെ ഡീക്കേ ആയിട്ട് മണ്ണിനോട് ചേർന്ന് അത് എന്താവും? നല്ലൊരു വളമായിട്ട് മാറും അല്ലേ? അപ്പോൾ അതാണ് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് അതിൻ്റെ ആൻസർ. ദ സ്വീറ്റ് മെലഡി എക്കോഡ് ഇൻ ദ ഫീൽഡ്. അതായത് യച്ചുവമ്മയുടെ ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു മധുര്യമേറുന്ന ആ ഒരു പാട്ട് അത് എന്താണ്? എക്കോഡ് ഇൻ ദ ഫീൽഡ്. ഫീൽഡിൽ മുഴുവൻ, ആ ഒരു വയലിൽ മുഴുവൻ പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു, മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പാറു വാസ് വെരി മച്ച് ഇമ്മേഴ്സ്ഡ് ഇൻ ദ സോങ്. പാറു എന്താണ്? ആ ഒരു പാട്ടിൻ്റെ ആ ഒരു ഭംഗിയിൽ അങ്ങ് മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതായത് അവൾ വളരെയധികം ആ ഒരു പാട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. സഡൻലി ഷീ തോട്ട് അബൌട്ട് ഹർ ഫാദർ. പെട്ടെന്ന് തന്നെ അവൾ അവളുടെ അച്ഛനെക്കുറിച്ച് ആലോചിച്ചു. ഷീ ലുക്ക്ഡ് ബാക്ക് ടുവേർഡ്സ് ഹർ ഹോം. അപ്പോൾ അവളുടെ വീടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക്, അതായത് വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് അവളിങ്ങനെ നോക്കുവാണ്. വണ്ടറിങ് ഇഫ് ഹർ ഫാദർ ഹാഡ് റിട്ടേൺ. അവളുടെ അച്ഛൻ തിരിച്ചു വന്നിട്ടുണ്ടാവുമോ എന്നുള്ള ആ ഒരു ആശ്ചര്യത്തോടു കൂടി നോക്കുകയാണ്. ഷീ ന്യൂ very well that he wouldn't allow his old mother to stand for a song long in the sun. അതായത് അവൾക്ക് നന്നായിട്ട് അറിയാം അവളുടെ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്ത്? wouldn't allow his ഓൾഡ് മദർ. അദ്ദേഹത്തിൻ്റെ എന്താണ്? പ്രായമുള്ള അമ്മയാണ് അല്ലേ? അപ്പം പ്രായമായിട്ടുള്ള അമ്മേനെ ഒരുപാട് സമയം ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛൻ, പാറുവിൻ്റെ അച്ഛൻ അനുവദിക്കില്ല എന്ന് പാറുവിന് നന്നായിട്ട് അറിയാം. യച്ചുവമ്മ വാസ് 68. യച്ചുവമ്മയ്ക്ക് എത്ര വയസ്സായി? 68 വയസ്സായി. ബട്ട് ഹെർ സ്പിരിറ്റ്സ് റിമൈൻഡ് സ്ട്രോങ്. പക്ഷേ ഇപ്പോഴും യച്ചുവമ്മ നല്ല സ്ട്രോങ് ആണ് അല്ലേ? അവരുടെ ഉള്ളിൽ അവരിപ്പോഴും എന്താണ്? നല്ല സ്ട്രോങ് ആണ്. യച്ചുവമ്മ വാസ് അഗെയിൻ ബിസി വിത്ത് ദ വർക്ക്. അപ്പോൾ യച്ചുവമ്മ അവരുടെ ജോലി ചെയ്യുന്നതിൽ മുഴുകിപ്പോയിട്ടുണ്ട്. അവരതിൽ ബിസിയാണ്. സൂൺ ഷീ ഫെൽറ്റ് എ ജെന്റിൽ ടച്ച് ഓൺ ഹെർ ഷോൾഡർ. അപ്പം പെട്ടെന്ന് തന്നെ പിന്നെ യച്ചുവമ്മ ഒരു ജെന്റിൽ ടച്ച്, അവരുടെ ഷോൾഡറിൽ ഒരു മൃദുവായിട്ടുള്ളൊരു തൊടൽ, ഒരു ടച്ച് അവർക്ക് ഫീൽ ചെയ്യുകയാണ്. ഇറ്റ് വാസ് പാറൂസ് ഫാദർ. അതാരായിരുന്നു? പാറുവിൻ്റെ അച്ഛനായിരുന്നു. ഹി ജെന്റ്ലി ഹെൽഡ് ഹർ ഹാൻഡ് ആൻഡ് സെഡ്. അപ്പോൾ പാറുവിൻ്റെ അച്ഛൻ എന്ത് ചെയ്തു? അവരുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അവരോട് പറയുകയാണ്. എന്താ പറയുന്നത്? അമ്മ, ഇറ്റ് ഈസ് ഗെറ്റിംഗ് വെരി ഹോട്ട്. ഇഫ് യു സ്റ്റേ ഔട്ട് ഇൻ ദ ഹോട്ട് സൺ യു വിൽ ബി ടോട്ടലി എക്സോസ്റ്റഡ്. ലെറ്റ്സ് ഗോ ഹോം. അപ്പോൾ എന്താ പറയുന്നത്? അമ്മേ, ഇപ്പോൾ എന്താണ്? ചൂട് കൂടി വരികയാണ്. ഇഫ് യു സ്റ്റേ ഔട്ട് ഇൻ ദ ഹോട്ട് സൺ, നിങ്ങൾ ഈ വെയിലത്ത് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ യു വിൽ ബി ടോട്ടലി എക്സോസ്റ്റഡ്. അതായത് നിങ്ങൾ വളരെയധികം ക്ഷീണിച്ചു പോവും, തളർന്നു പോവും. അതുകൊണ്ട് എന്താണ്? ലെറ്റ്സ് ഗോ ഹോം, നമുക്ക് വീട്ടിലേക്ക് പോകാം. ബട്ട് യച്ചുവമ്മ ലുക്ക്ഡ് അറ്റ് ഹിം വിത്ത് എ ടെൻഡർ സ്മൈൽ. പക്ഷെ എന്താണ്? യച്ചുവമ്മ ഒരു എന്താണ്? മൃദുവായിട്ടുള്ളൊരു പുഞ്ചിരിയോടുകൂടി എന്ത് ചെയ്തു? അവരുടെ മകനെ നോക്കി. ആൻഡ് റിപ്ലൈഡ്. എന്നിട്ട് മറുപടി പറഞ്ഞു. ദ ഫാം ഇസ് മൈ ഹോം ഡിയർ. ഈ ഒരു കൃഷിസ്ഥലമാണ് എൻ്റെ വീട്. ഐ എം ക്വൈറ്റ് ഫൈൻ ഹിയർ. ഞാനിവിടെ ഫൈൻ ആണ്, എനിക്കിവിടെ പ്രശ്നമൊന്നുമില്ല, ഞാൻ നല്ലപോലെ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗ്രാൻഡ് മദർ സെഡ് ദാറ്റ് ദ ഫാം വാസ് ഹെർ ഹോം. വൈ ഡിഡ് ഷീ സേ സോ? ഗ്രാൻഡ് മദർ പറഞ്ഞു അവരുടെ വീടെന്ന് പറയുന്നത് ആ ഒരു കൃഷിസ്ഥലം തന്നെയാണ്. അതെന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് എന്നാണ് ചോദ്യം.
അപ്പോൾ മുത്തശ്ശിയുടെ ലൈഫിൽ മുത്തശ്ശി ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തുള്ളത് ആ ഒരു കൃഷിസ്ഥലത്ത് തന്നെയാണ്. പിന്നെ മുത്തശ്ശിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഫാമിങ്, അതായത് കൃഷി ചെയ്യലും അതിൻ്റെ വിളവെടുപ്പും അതുപോലെ തന്നെ എന്താണ് അവിടെ അവരുടെ ചുറ്റും നിൽക്കുന്ന അവരുടെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളും അവരെ കാണുകയും അവരുടെ കൂടെ ജോലി ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് മുത്തശ്ശിയുടെ സന്തോഷം. സോ അതുകൊണ്ടാണ് അവർ എന്ത് പറഞ്ഞത്, കൃഷിസ്ഥലമാണ് അവരുടെ വീട് എന്ന് പറഞ്ഞത്. ദ ഡേയ്സ് എക്സ്പീരിയൻസ് മൂവ്ഡ് പാറു ഡീപ്ലി. അപ്പോൾ ആ ഒരു ദിവസത്തെ പാറുവിൻ്റെ എക്സ്പീരിയൻസ് അവളെ വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. ഷീ ഹാഡ് ലേൺഡ് മെനി തിങ്സ്. അവൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഷീ അണ്ടർസ്റ്റുഡ് ദ ന്യൂ വേയ്സ് ഓഫ് ഫാമിങ്. അതായത് പുതിയ കൃഷി രീതികളെക്കുറിച്ച് അവൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഷീ ബിക്കെയിം അവെയർ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമേഴ്സ്. അവൾ എന്താണ്, കർഷകരുടെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കി. ഷീ ഫെൽറ്റ് ദ വാംത്ത് ഓഫ് മദർ എർത്ത് ബിനീത്ത് ഹെർ ഫീറ്റ്. അതായത് ഭൂമിയുടെ ഒരു ഇളം ചൂട്, അതായത് മദർ എർത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അമ്മയാകുന്ന ഭൂമിയുടെ ആ ഒരു ഇളം ചൂട് അവൾക്ക് അവളുടെ കാലിൻ്റെ അടിയിലായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഫോർ എ മൊമെൻറ്റ് ഷീ തോട്ട് ഓഫ് ഹെർ മദർ. ഒരു നിമിഷത്തേക്ക് അവൾ അവളുടെ അമ്മയെക്കുറിച്ച് ചിന്തിച്ചു പോയി. ഷീ ഫെൽറ്റ് ഹെർ മദേഴ്സ് പ്രസൻസ് ബിസൈഡ് ഹെർ. അവൾക്ക് അവളുടെ അമ്മയുടെ ഒരു പ്രസൻസ്, ഒരു സാന്നിധ്യം അവളുടെ അരികിലായിട്ട്, ബിസൈഡ് ഹെർ, അവളുടെ അരികിലായിട്ട് അവൾക്ക് ഫീൽ ചെയ്തു. ഷീ ലേ ഓൺ ദ ഗ്രൗണ്ട് ലൈക്ക് എ ചൈൽഡ് ഇൻ എ മദേഴ്സ് ലാപ്പ്. നമുക്ക് ആ ഒരു പിക്ചറിൽ കാണാം, അവൾ ആ ഒരു ഗ്രൗണ്ടിൽ കിടക്കുകയാണ്. ലേ ഓൺ ദ ഗ്രൗണ്ട്, ആ ഒരു ഗ്രൗണ്ടിൽ കിടക്കുകയാണ്. ലൈക്ക് എ ചൈൽഡ് ഇൻ എ മദേഴ്സ് ലാപ്പ്, ഒരു അമ്മയുടെ മടിയിൽ കുട്ടി കിടക്കുന്നത് പോലെ ഭൂമിയുടെ മടിത്തട്ടിൽ ആ ഒരു കുട്ടി അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സ്റ്റോറി ഉള്ളത്. ഈ ഒരു സ്റ്റോറി ഒരു നോവലിലെ ചെറിയൊരു ഭാഗം മാത്രമാണ്. നഷ്ടസ്മൃതിയുടെ കാലം എന്ന് പറയുന്ന നോവലിലെ ഒരു പാട്ടാണിത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.